ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നടപടി. ബിനിൽ ചേർന്ന വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. റാപ്പർ വേടനെ ഇതുവരെയും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിന് ഇപ്പോഴത്തെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു. വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മോത്തി. വേടൻ എവിടെയെന്ന് ചോദിച്ചാൽ പോലീസിനും ഇപ്പോൾ കൃത്യമായ വിവരമില്ല. അതുകൊണ്ടാണ് വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ ലുക്കൌട്ട് സർക്കുലർ എന്ന് പറയുന്നത് വിമാനത്താവളങ്ങളിലും അതോടൊപ്പം തന്നെ പോർട്ടുകളിലും മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. നേരത്തെ വേടനെ വനം വകുപ്പിന്റെ കേസിൽ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നതാണ്. പിന്നീട് അത് കണ്ടീഷണലായിട്ട് അത് വിട്ടു നൽകിയിരുന്നു. അതുകൊണ്ടാണ് പോലീസ് പെട്ടെന്ന് LOC പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ LOC പുറപ്പെടുവിക്കുന്നതോടുകൂടി ഇനി വിദേശത്തേക്ക് കടക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് തടയുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ കേസ് വന്നതിന് ശേഷം ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടൻ എവിടെയെന്നത് ആർക്കും അറിവില്ല. വേടന്റെ നിരവധി സംഗീത ഷോകൾ ഇതിനകം ബുക്ക് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ബോൾഗാട്ടി പാലസിൽ വലിയ റാപ്പ് ഷോ സംഘടിപ്പിച്ചിരുന്നാണ്. അത് ക്യാൻസൽ ചെയ്തു. ഇപ്പോഴും വേടൻ എവിടെയെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവുമില്ല. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്തത് കൊണ്ട് പോലീസ് വേടന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വേടനെ കയ്യിൽ കിട്ടിയാൽ പിടിക്കുക എന്നത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ പരമാവധി ഒളിവിടങ്ങൾ തേടി പോകുന്നത്. എന്തായാലും 18-ാം തീയതിയാണ് ഇനി വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. അതിനു മുൻപ് വേടനെ പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്.